GR അനിൽ മന്ത്രിയുമൊപ്പം നെടുമങ്ങാട് MLA-യുമാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, എന്താണ് അവിടെ സംഭവിച്ചത്? വേഗത്തിൽ തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേഗത്തിൽ തന്നെ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള പരിശ്രമമാണ് നാട്ടുകാർ നടത്തിയത്. നെടുമങ്ങാട് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമായി എല്ലാവരെയും എത്തിക്കാനുള്ള ശ്രമം നടന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടതായിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയ വിവരം. ഞാനും മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. കുട്ടികളായിരുന്നു എന്ന് പറയുന്നു മിനിസ്റ്റർ. അതിൽ മരിച്ച ആളുകളുടെ ഒരു വ്യക്തത. കൂടുതലും കുട്ടികളായിരുന്നു. മരണപ്പെട്ടത് 60 വയസ്സോളം വരുന്ന ഒരു അമ്മയാണ്. 60 വയസ്സുള്ള അമ്മയാണ് മരിച്ചത് അല്ലേ? അതെ. ഇത് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണോ അതോ? അല്ലല്ല, സ്കൂളല്ല, ഫാമിലി ആയിട്ടുള്ള ടൂറാണ്. അവര് കൊടൈക്കനാലിലേക്ക് പോകുന്ന യാത്രയിലാണ് സംഭവിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ബാക്കിയുള്ള ഒരാളുടെ മരണം മാത്രമേ സ്ഥിരീകരിക്കുന്നുള്ളൂ നമ്മളല്ലേ? അതാണ് നെടുമങ്ങാട് നിന്ന് കിട്ടിയ എനിക്ക് വിവരം. മറ്റു കാര്യങ്ങൾ ഞാനും മെഡിക്കൽ കോളേജിൽ പോയി നേരിട്ട് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, നന്ദി മിനിസ്റ്റർ. എന്തായാലും ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 60 വയസ്സുള്ള ഒരു അമ്മയാണ് മരിച്ചതെന്ന് മിനിസ്റ്റർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. മിനിസ്റ്റർ, അങ്ങ് കേൾക്കാമോ? ഇല്ല. എന്തായാലും കുട്ടികളടക്കം ബസ്സിലുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ടൂർ പോയ ബസ്സല്ല, ഫാമിലി ടൂറാണ് എന്നതുകൂടി മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നെടുമങ്ങാട് MLA കൂടിയാണ് മിനിസ്റ്റർ.